പാലക്കാടൻ വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കൈപ്പത്തിരിയാണ് ഉണ്ടാക്കുന്നത്. കൈപ്പത്തിരിക്ക് നമ്മൾ ഒരു ചെറിയൊരു സവോള, കുറച്ച് ചെറിയ ജീരകം, കുറച്ച് തേങ്ങ, ഒരു 2-3 പൂള് മതി തേങ്ങ, അതിലുപ്പ് എല്ലാം കൂടിയിട്ട് അതിനെ നന്നായി കുറച്ച് എള്ളും ചേർക്കണം. എന്നിട്ട് നമ്മൾ നന്നായി ഇതിനെ കുഴച്ചെടുക്കണം. കുഴച്ചെടുക്കുക. നമുക്ക് വാട്ടണത് നമ്മൾ സാധാരണ പത്തിരിക്ക് നമ്മൾ വാട്ടില്ലേ എന്ന പോലെ അതിലേക്ക് ഇത് ചേർത്തണമെന്നുള്ളൂ. ജീരകം, എള്ള്, ഉപ്പ്, ചെറിയൊരു വെല്ലുള്ളി പൊടിയാക്കി അരിയുക, കുറച്ച് ചെറിയ ജീരകം, ഇതൊക്കെ കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായി ഇങ്ങനെ കുഴച്ചെടുക്കണം. കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിതൊക്കെ ഒന്ന് ഇതാക്കി എടുക്കാം. എളുപ്പമാണ്, നിങ്ങൾക്കും ചെയ്ത് നോക്കാം. കൈപ്പത്തിരിയാണ്. എല്ലാം കുറേശ്ശെ മതി. ചെറിയ ജീരകവും എള്ളും ഒരു തത്ര ഒരു അര സ്പൂണും മതി. ഉപ്പ് പിന്നെ നമ്മൾ പാകത്തിന് ചേർത്ത്, പിന്നെ ഒരു ചെറിയൊരു സവോള ചെറുതാക്കി പൊടിയാക്കി അരിഞ്ഞിടുക. പിന്നെ കുറച്ചൊരു തേങ്ങ, ഒരു 2-3 പൂള് തേങ്ങ പൊടിയാക്കി ഉള്ളിനെ പോലെ തന്നെ നമ്മൾ അതിന് അരിഞ്ഞിട്ട് അതിനെ തിളപ്പിച്ച് പൊടി വാട്ടിയെടുക്കുക. പത്തിരിക്ക് നമ്മൾ അങ്ങനെ വാട്ടണം. എന്നപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് വെള്ളത്തിലിട്ടിട്ട് നമ്മൾ തിളയ്ക്കുന്ന സമയത്ത് ഈ പൊടിനെ ഇട്ടാൽ മതി. അതൊക്കെ കൂടിയിട്ട് ഉള്ളി, ജീരകം, എള്ള്, ഉപ്പ് എല്ലാം ഈ വെള്ളത്തിലേ ഇടുക. വെള്ളത്തിലിട്ട് തിളച്ചതിൻ്റെ ശേഷം ഇതെല്ലാം എള്ളും എല്ലാം ഇട്ട് തിളച്ചതിൻ്റെ ശേഷം നമുക്ക് ഈ പൊടിയിട്ട് വാട്ടിയാൽ മതി. എന്നിട്ട് നമുക്ക് ഇങ്ങനെയൊന്ന് പരത്തിയെടുക്കാം. കുഴച്ചതിൻ്റെ ശേഷം ഇതങ്ങനെ ഒന്ന് നമുക്ക് ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കാം. ഇതങ്ങനെ ഒന്ന് പരത്തുക. നന്നായി കുഴക്കണം. കുഴച്ചാലേ അതിൻ്റെ രസം ഉണ്ടാവുള്ളൂ. ഒക്കെ 1/2 സ്പൂണ് ചെറിയുള്ളിയും, 1/2 സ്പൂണ് ചെറിയ ജീരകവും, 1/2 സ്പൂണ് എള്ളും, പിന്നെ ഉള്ളിയും തേങ്ങയും, അത്രയേ ഉള്ളൂ. കൂടി എടുത്ത് തിളച്ചതിൻ്റെ ശേഷം നമ്മൾ പൊടിയിട്ട് വാട്ടി